بسم الله والحمد لله والصلاة والسلام على أشرف رسول الله آل كل والصحابة الفائزين برضا الله أما بعد بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون صدق الله المولى العظيم. സഹോദരങ്ങളെ, അന്ത്യോക്യ റായത്തെ രാജടമെന്ന് ഈ രണ്ട് മഹാന്മാർ വലിയൊരു വലിയൊരു രോഗശമനമായ ഒരു വിഷയം കാട്ടിട്ടാകുമ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ആ ടൈമിലോ ഷംഊൻ ചൊല്ലെ ആ മഹാൻ രാജാവരുടെ കേൾക്കട്, അല്ല രാജാവേ, അറഅയ്ത ലൗ സഅൽത ഇലാഹക ഹത്ത യസ്നാ മിസ്ല ഹാദാ ഫയകൂന ലക വലഹു ശറഫ്. ഇപ്പോൾ ഈ വന്ന രണ്ട് ആൾമാർ ഒരു ഇലാഹുണ്ടോ എന്ന് വാദിക്കുകയും ആ ഇലാഹ് ഈ ലോകത്തുള്ള എല്ലാ അത്ഭുതങ്ങളും എന്ത് വിഷയങ്ങളും കൂടെ ആക്കിടൂച്ച് നിർത്തു അങ്ങ് തെളിവ് സമയത്തെ കാട്ടിയാറല്ലേ എന്തെങ്കിലും നിങ്ങൾ സ്വറാക്കോറോ, നിങ്ങളെ ഇലാഹിടെ നിങ്ങൾ വിളിക്കോറോ, ആ ഇലാഹ് ഇതേപോലെ എന്തെങ്കിലും രോഗശമനമാ എന്തെങ്കിലും ഒരു അത്ഭുതം ആക്കട്ട്, അതിലേക്ക് പരിഹാരം അങ്ങാക്കി ഉത്തര അതേപോലെ കൊടുക്കലല്ലേ. അപ്പോൾ നിക്കൊരു സ്ഥാനം കിട്ടു, നിൻ്റെ ഇലാഹിനും ഒരു സ്ഥാനം കിട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചൊല്ലു, ലൈസലി അങ്ക സിറു മൊത്തവും അങ്ങനത്തെ നൻ്റെ ഇടയിൽ ഒളിച്ചു വീക്കണായ ഒടിപാട്ടി വീക്കണായ രഹസ്യം എന്തും ഇല്ലല്ലേ, എനിക്കെല്ലാം രഹസ്യ ഗൊന്തുള്ള വിഷയമല്ലേ. എന്തിനു തന്നെ ഇന്ന ഇലാഹനാല യുബുസിറു, ഞങ്ങളെ ഇലാഹക്ക് കണ്ണ് കാണില്ല, കേൾക്കില്ല, ഉപകാരാക്കില്ല, ഉപദ്രാക്കില്ല, ഒരു ശക്തിയും ഞങ്ങളെ ഇലാഹക്കില്ല. അങ്ങനെയല്ലേ, അതിന് ഗൊന്തുള്ള വിഷയമല്ലേ. വെറുതെ ആ വിഷയത്തിൽ ഞങ്ങൾ കൈഡ് വേണ്ട ചെന്നിട്ടു രാജാവും ഉണ്ടാണ് തീപാട്ടിയ. അപ്പോൾ രണ്ടാമതും കൂടിയിട്ട് ഇങ്ങനെ സോമാട്ടക്ക് ബാങ്കിൽ തെറുണ്ടാണ്ട് രാജാവ് നോക്കണം. ഓൻ്റെ ഇലാഹിനെ പിടിച്ചിട്ട് എന്താക്കുമോ ഓൻ്റെ കൊണ്ട് സാധ്യമില്ല, അങ്ങനത്തെ ഒരു വസ്തുവേ അല്ലല്ലേ. അപ്പോൾ പെരോയികളെ സോമാട്ട് എന്തെങ്കിലും ചെറുണ്ടാണ്ട് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ ആ റായത്തിൽ ഒരു കിടാവ് മറിച്ചിട്ട് 7 നാളായിട്ട്, എന്നിട്ട് ഈ കിടാവുടെ അബ്ബക്ക് ചുമ്മ സ്വത്തിന്ത്, കിടാവുടെ അബ്ബാണെങ്കിലോ ആ സ്വത്തുര പർവ്വത്തിലും എവിടെയാ വിട്ടുപോയിട്, സ്വത്തെടുത്തോണ്ടു സ്വത്തുര പർവ്വത്തിൽ പോയിട്. ഈ കുടുംബത്തനാണെങ്കിലോ ആ അബ്ബടെ, ഈ കിടാവ് മരിച്ചുപോയ അബ്ബടെ കാത്തോണ്ടുള്ളാറ്. എന്നിട്ട് രാജാവൊട്ടിക്ക് സമ്മതം കേട്ടാറ്, ഞങ്ങൊന്നു അബ്ബടെ 7 നാളത്തിന് കാണ്ടില്ലല്ലേ, ഞങ്ങ ഈ കിടാവിടെ ഒന്ന് അടക്കട്ടാണ്ട് ദഫനാക്കട്ടാണ്ട് മരമാടിട്ടില്ലല്ലേ, മരമാടിട്ടാണ്ട്. അപ്പോൾ രാജാവ് ചെന്നോ ഇല്ല, അബ്ബ പണ്ടെടുത്തോൾ ഈ കിടാവിടെ അങ്ങനെ വെപ്പിക്കണു, മരമാട്ടെ വേണ്ട ചെന്നിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ ആയിട്ട് ഒരു വലിയൊരു ടെൻഷനിലാണ് കൂടെ ഇല്ലേ. കിടാവ് മരിച്ച വിഷയത്തിലും കിടാവുടെ അബ്ബ വരാത്ത വിഷയത്തിലുള്ള ടെൻഷൻ. അപ്പോൾ നിൻ്റെ റബ്ബ് ഈ കിടാവുടെ ഹയാത്താക്കു തീരുവ, നിൻ്റെ റബ്ബ് കൊണ്ട് നിങ്ങൾ ചെണ്ടാലെ റബ്ബ് ഈ കിടാവുടെ ഹയാത്താക്കു തീരുവാ ചെന്നിട്ട് ഒരു സവാലായിട്ട് ഈ രാജാവ് വിട്ട്. അപ്പോൾ ഈ രണ്ട് മഹാന്മാർ 7 നാൾ മുതൽ മരിച്ച കിടാവുടെ വിളിപാട്ടാർ. എന്നിട്ട് ആ കിടാവുടെ അവിടെ വെച്ചിട്ട് പരസ്യമായിട്ട് അള്ളാഹുരൊട്ടിക്ക് ദുആക്കിടാർ, അള്ളാഹുവെ ഈ കിടാവുടെ നീ ഹയാത്താക്കി തരണോ. ഷംഊന് ചൊല്ല മഹാനാണെങ്കിലോ അയാളും ദുആന്നത് പക്ഷേ മെല്ലെ മനസ്സുൽഗത്ത് ഗൊന്താവത്തെ പോലെ. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. വലിയ അത്ഭുതമായിരിക്കട്.
ഏഴാണ്ട് മുതൽ മരിച്ച കിടാവ് അള്ളാഹുടെ സമ്മതപ്രകാരം രണ്ടാൾ ദുആ മൂന്നാളും കൂടി ദുആ എന്നിട്ടാകുമ്പോൾ ഹയാത്തൈത്തി എഞ്ചി നീണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ കിടാവ് മുണ്ടോ തുടങ്ങട്, ചെറിയ കിടാവായിട്ട് മറിച്ചിട്ട് ഹയാത്തായ കിടാവ് മുണ്ടോ തുടങ്ങട്. അന ഉൻദിറുക്കും അമ്മ അൻതും ഫീഹി മിന ശിർക്ക്. ഓ സമുദായമേ, ഓ തൻ്റെ രായത്തെ ആൾമാരെ, രാജാവേ, പരിവാരമേ, നിങ്ങൾ വലിയൊരു തപ്പാക്കിക്കൊണ്ടുള്ളാണ്, ഷിർക്കാക്കിക്കൊണ്ടുള്ളാണ്. നിങ്ങൾ ഈ ഷിർക്കിട് നിങ്ങൾക്കാണ് എച്ചരിക്ക തന്നുകൊണ്ടുള്ള നിങ്ങൾക്കടെ ഷിർക്കിട് നിപ്പാട്ടിപ്പിക്കോർ. നിങ്ങൾ വലിയ ശിക്ഷ പിറകു പോകുണ്ടോ ഷിർക്കിട് നിങ്ങൾ നിപ്പാട്ടിപ്പിക്കോറും. അപ്പോൾ ആമീനോ, നിങ്ങൾ വിശ്വസിക്കോർ, അള്ളാഹുടെ നിങ്ങൾ വിശ്വസിക്കോರು, അള്ളാഹു ഉണ്ടു ചെന്ന് വിശ്വസിക്കോರು. നൻ്റെ ആ അള്ളാഹുവാണ് ഹയാത്താക്കിയത്, കിടാവുമുണ്ടു നൻ്റെ ഹയാത്താക്കിയത് ആ അള്ളാഹുവായിട്ട് കിടും. ആയതുകൊണ്ട് വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന ഈസ റൂഹുല്ലാഹി വകലിമതുഹു വഅന്ന ഹൗലാഇ സലാസത റസൂലുള്ളാഹ്. തീർച്ചയായിട്ടും അള്ളാഹു അല്ലാണ്ട് ഇലാഹില്ല എന്നിട്ടോ നാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുടെ റൂഹും അള്ളാഹുടെ കലിമത്തുമാണ്. അതുപോലെ ഈ മൂന്ന് ആൾമാർ അള്ളാഹുടെ ദൂതന്മാരായിട്ട് കിടാറ് ചെന്നിട്ടു. ഈ മരിച്ചിട്ട് ഹയാത്തായ കിടാവ് പരസ്യ പ്രഖ്യാപനാക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയാൽ സുബ്ഹാനല്ലാഹ്, എന്തൊരു സംഭവമാണ്. മരിച്ചുപോയ കിടാവ് ഹയാത്തായതിൽ അത്ഭുതവും. എന്നിട്ട് ആ കിടാവ് ചെന്നുകൊണ്ടുള്ള ഈമാനികമായ വിഷയം രണ്ട് മഹാന്മാർ എന്തിനെ വാദിച്ചുകൊണ്ടുള്ള അതിരമേ ഈ കിടാവ് ചെന്നുകൊണ്ടുണ്ടല്ലോ, അത്ഭുതപ്പെട്ടു പോയാൽ. പക്ഷെ രാജാവ് ഇടയിലൊരു സംശയമാണ്. മൂന്നാളല്ലാതെ റസൂൽ തന്നെ ഈ കിടാവ് മൂന്നാൾ. ഇപ്പോൾ ജണ്ടാലല്ലേ ഉള്ളേ, ഇത് മൂന്നാറ് പാവാണ്. അപ്പോൾ രാജാവ് കിടാവിനോട് ഇവിടെ മൂന്നാറ് ജണ്ടല്ലേ, കണക്ക് തപ്പിരമാണ്. അപ്പോൾ കിടാവ് ചൊല്ലു ഷംഓനും ഈ രണ്ട് ആൾമാരും ചൊല്ലിട്ടു. അപ്പോൾ ഇതുവരെ മറഞ്ഞിട്ടുള്ള ഷംഓൻ, ആ ഷംഊന്റെ പരസ്യമായിട്ട് കിടാവ് അള്ളാഹുടെ റസൂൽ ചെന്നിട്ടു ആ ആൾമാരെ മുന്നിൽ ചൊല്ലു. ഇത് കേട്ടിട്ട് രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ടു. എന്തൊരവസ്ഥഭാവം. അങ്ങനെ ഏതാണെങ്കിലും വിഷയമെല്ലാം ഇങ്ങനെയാണ് ആൾമാർക്കുള്ള ഗുന്തയിട്ടല്ലേ. ഇനി വിഷയം മറച്ചു വെച്ചേക്കാവല ചെന്നിട്ടു ഷംഊൻ എല്ലാ സംഭവവും ചൊല്ലു. നാനിവിടെ വന്നതിന് ഉദ്ദേശമേ ഈ ജണ്ടാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം. നാനും ഇങ്ങനെ പോലത്തെ ദീനി ദഅവത്തിന്റെ വിരോധത്തിലുള്ള അള്ളാഹു കടത്തിയ ആൾമാരാണ്. അതുകൊണ്ടിട്ടു നീന് രാജാവിനൊട്ടികയല്ല ചൊല്ലു, നീൻ എന്താക്കണോ ഈ നിലക്കുള്ള ഇതിനെല്ലാം നിപ്പാട്ടി വയ്ക്കണോ, ഇതിനെ നീ നിപ്പാട്ടി വയ്ക്കണം. ഈ ശിർക്കടയും ഇതെല്ലാത്തെയും നീ നിപ്പാട്ടി വയ്ക്കണം. നീ ആക്കടെ ഈ നിന്റെ സമത്തെ തെരുവല്ല ചെന്നിട്ടു ആ രാജാവ് ഉപദേശാക്കട് കൂടിയ ആൾമാർക്ക് ഉപദേശാക്കട്. പക്ഷെ ഇത് കണ്ടിട്ട് വർക്കത്ത് ഇടീ റായമേ അത്ഭുതപ്പെട്ടു പോണ്ടു, കൂടിയ ആൾമാർ അത്ഭുതപ്പെട്ടു പോണ്ടു. പക്ഷേ ഹക്ക് ഗൊന്തായിട്ടും ഹക്കേന്ദ്രേണ്ട് ഗൊന്തായിട്ടും വാശിക്ക് വേണ്ടിയിട്ട്, ഹഠത്തുക്ക് വേണ്ടിയിട്ട്, സ്വാർത്ഥത്തുക്ക് വേണ്ടിയിട്ട്, സ്ഥാനത്തുക്ക് വേണ്ടിയിട്ട്, ഇങ്ങനത്തെ പല ദുന്യവിയായ നേട്ടത്തുക്ക് വേണ്ടിയിട്ട് ഹക്കയുടെ മറച്ചു വെക്കൽ പണ്ടേ നടന്നു വന്ന വിഷയമായിട്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിലും നടന്ന സംഭവങ്ങൾ അങ്ങ് ചെമ്മ പിടിച്ചിറ മുഞ്ഞാണ്ട് കേട്ടൊരു സംഭവമാണ്. വലിയൊരു വിഷയം ഖുർആൻ കണ്ടിട്ട് ഇന്ന ലഹു ലഹലാവ, എത്ര മാധുര്യമുള്ള കിതാബാണ് ഖുർആൻ. അത് മേലെ കൊണ്ട് കീഴ്പണ്ടില്ല ചെന്ന വലിയത് കുടുംബത്തിൽ സ്ഥാനവും ആയത്തങ്ങളുടെ ഇനി നാൻ കീഴവിടെ ചെന്ന് വിവരിച്ചിട്ട് ദീനിക വരാത്ത സംഭവങ്ങളും ഇത് ലോകത്തിൽ പണ്ടേ ഉള്ള വിഷയമാണ്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഖാലു, അടുത്ത് ഖുർആൻ ചൊല്ലു, ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ഖാലു,
അന്ത്വാഖിയ ചൊല്ല ആറായത്തെ ആൽമാർ ചൊന്നാറ് മാ അന്തും നിങ്ങളല്ല ഈ മൂന്ന് മുർസലീങ്ങളെ കാട്ടിട്ട് ചൊല്ലാറ് നിങ്ങളല്ല ഇല്ലാ ബശറും മിസ്ലുനാ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലാണ്ടല്ല ഞങ്ങളെ പോലത്തെ സാമാന്യ മനുഷ്യന്മാരാണ് നിങ്ങൾ മൂന്നാൾ ഞങ്ങളെ പോലെ തിന്നിടെ ഞങ്ങളെ പോലെ മുണ്ടുടെ ഞങ്ങളെ പോലെ ഉറങ്ങിടെ ഞങ്ങളെ പോലത്തെ ആൽമാണ ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വഹീബണ്ടേ നിങ്ങൾ മനുഷ്യന്മാരല്ലേ നിങ്ങൾക്ക് എങ്ങനെ വഹീബണ്ടേ എന്നെങ്കിൽ എന്തേ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർ ഞങ്ങുമല്ലേ ഞങ്ങൾക്ക് എന്തേ വഹീബണ്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ മുർസലാക്കേണ്ടായെങ്കിൽ മനുഷ്യന്മാരെ കാണിട്ട് പവറുള്ളെങ്കത്തെ ആൾമാരല്ലേ അള്ളാഹു മുർസലാക്കടേ മലായിക്കത്ത് പോലത്തെ ആൾമാരല്ലേ മലായിക്കത്ത് പോലത്തങ്ങളല്ലേ അള്ളാഹു മുർസലാക്കണായേ ഞങ്ങളെ പോലത്തെ സാമാന്യ ആൾമാരെ അള്ളാഹു മുർസലാക്കല്ലേ നിങ്ങളാക്കി ഞങ്ങളെന്താക്കിയിട്ടില്ല ഈ നിലക്കുള്ള വാശിയും അസൂയവും പിടിച്ചെങ്കത്തെ മറുപടിയാണ് ആ റായത്തെ ആൽമാർ കൊടുക്കൂടെ എന്നിട്ടും അങ്ങ് ചൊല്ലാറ് അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല ഒരു വഹിയും ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടില്ല അതേപോലെ നിങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു മുർസലും അള്ളാഹു കടത്തിട്ടില്ല നിങ്ങെങ്ങനെ മുർസലായാറ് എങ്ങനെ മുർസലായാറ് നിങ്ങൾ ചെന്ന പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്തിനെ വിഷയ എന്തുമില്ല നിങ്ങൾ ചെന്ന പോലെ നിങ്ങൾ കേട്ടുകൊണ്ടില്ല അന്തും ഇല്ല നിങ്ങൾ കളവ് ചൊല്ല ആത്മാരാണ് നിങ്ങൾ വഹീബണ്ട് ചെന്നിട്ടും അള്ളാഹുടെ മുർസലു ചെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടുള്ള ഈ വാദ അത് കള്ളവാദമാണ് ചെന്നിട്ട് ശംപൂനടക്കമുള്ള ഈ മൂന്ന് മഹാന്മാരെ വളരെ നിസ്സാരപ്പെടുത്തിട്ട് തള്ളിട്ട് വിടാർ വസ്തുകേശുന്ന പണക്കായിട്ട് മാന്തുമില്ല ബശ്റും മിസ്തുന നിങ്ങൾ ഞങ്ങളെ പോലത്തെ ഒരു സാമാന്യ മനുഷ്യനാണ് നിങ്ങളെ ഈ മൊയ്ജിസത്തും നിങ്ങളെ ഈ അത്ഭുതവും ഉൾക്കൊള്ളാൻ ഞങ്ങളെ കൊണ്ടാവില്ല സാമാന്യ മനുഷ്യന്മാർ ചെന്നിട്ട് ഈ ലോകത്ത് വന്ന് പ്രവാചകന്മാരെ കളവാക്കി ഏത് മുശ്രിക്കീൻ എടുത്ത് നോക്കിയെങ്കിലും ഈ ചൊമ്മത്തകം വാദായിരിക്കടെ സാമാന്യ മനുഷ്യ ചൊല്ലത് ഒരു ബഹുമാനം കൊടുക്കാണ്ട് ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ എനിക്കൊരു സ്ഥാനം ഇല്ല ചൊല്ലെങ്കിൽ എത്ര വാദമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ദീനി ദഅവത്താക്കിയിട്ടാകുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അനുയായികൾ ചെന്നത് മഹാദാ ഇല്ല ബശറും മിസ്ലുക്കും ഇയാൾ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യരായിട്ട് സൂറത്തിലാണ് ചൊല്ലുന്നത് ഷുഅറാ സൂറത്തിൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വിരോധിമാർ ചെന്ന വിഷയ ചൊല്ലു മാ അന്ത ഇല്ല ബശറും മിസ്ലുനാ നിങ്ങൾ സാമാന്യ മനുഷ്യന്മാരാണ് അതേപോലെ ഷുഅറാ സൂറത്തിലെ 186 ചൊല്ലു ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ വിരോധിമാർ ചെന്നത് മാ അന്ത ഇല്ല ബശറും മിസ്ലുനാ നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാർ അല്ലാണ്ട് വേറെന്തുമല്ല അബൂജഹലിന്റെ കൂട്ടർ ചൊല്ലു അൽഹാദാ ഇല്ല ബശറും മിസ്ലുക്കും ഈ മുഹമ്മദ് നബി നിങ്ങളെ പോലത്തെ മനുഷ്യ ഒരു സാമാന്യ മനുഷ്യന്മാരല്ലേ വേറെന്തിന് അപ്പോ ചുരുക്കത്തിൽ എതിരായിരിക്കട് ഈ ലോകത്തിൽ വന്ന് ഏകദേശം മുർസലീങ്ങളെ കാഫിറാക്കിയ ആൾമാരെ വാദായിരിക്കട് സാമാന്യ മനുഷ്യന്മാർ ഹുദൂനന ഒരു മനുഷ്യൻ അങ്ങനെ നേർക്കെടുത്തവണ്ട ഒരു മനുഷ്യ സാമാന്യ മനുഷ്യൻ തഹാബുൻ ചൊല്ലി ഇങ്ങനെ പണ്ടത്തെ എല്ലാ വിരോധിമാരെ വാദമാണ് അമ്പിയാക്കന്മാരെ മസ്തികങ്ങളുടെ വ്യക്തിത്വം അത് ഒരു മഹത്വം ഇല്ലാണ്ടാക്കടെ പിന്നെയാണ് നിഷേധിക്കടെ ഒന്നാമത്തെ വാദമേ ഒരു സാമാന്യ മനുഷ്യ ഒരു നീക്ക് മഹത്വം ഇല്ല ചെന്നിട്ടുള്ളത് അതല്ലേ ഈ കാലത്തിലുള്ള പല വക്കാബികളും പല പുത്തനാശയക്കാർ വാദിച്ചുകൊണ്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിട്ട് വ്യക്തമായിട്ട് അങ്ങനെ ബുക്സുകളിൽ എഴുതി വെച്ചത് വീണ്ടും ഉണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചൊരു സാമാന്യ മനുഷ്യനാണ് അബ്ദുള്ളയും ആമിനയിൽ നിന്ന് ജനിച്ച് ഒരു സാമാന്യ ഒരു വ്യക്തിയെ പോലെ ഒരു സാമാന്യ മനുഷ്യരെ പോലെ ഒരു അത്ഭുതവും ഉൾക്കൊള്ളാണ്ട് ഒരു മൊയ്സത്തും ഉണ്ടാക്കാണ്ട് അംഗീകരിക്കാണ്ട്
സാമാന്യ വ്യക്തിയെ പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ചിത്രീകരിച്ചിയ എത്ര സാഹിത്യങ്ങൾ, എത്ര ബുക്സുകൾ ഇണ്ട് കാലത്തിലുള്ള ഞങ്ങളെ മുട്ടത്തിലെ ഉള്ളെങ്കത്തെ പല മുഖതീയങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? ഇതും ആ വാദവും അന്നൊന്നേ അല്ലേ? നിങ്ങൾ സാമാന്യ മനുഷ്യാണ്ടല്ലേ? സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തിയിട്ട് തങ്ങളെ മഹത്വം ഇല്ലാണ്ടാക്കണമെങ്കത്തെ പുതിയ പുതിയ വാദങ്ങളല്ലേ ഞങ്ങൾ പല ജാഗിലും കേട്ടോണ്ടുള്ളേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ, ഇന്നി ലസ്തു മിസ്ലകും, നാണ് നിങ്ങളെ പോലെ അല്ലേ അല്ലാ, നാണ് നിങ്ങളെ പോലെ അല്ലേ അല്ലാ. ഒരു ലോകത്തിൽ ഒരു വഹാബിയും നിഷേധിക്കാവാത്ത ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ സ്വഹീഹായ ഹദീസാണ്. ഇന്നി ലസ്തു മിസ്ലകും, നാണ് നിങ്ങളെ പോലെ അല്ലേ അല്ലാ. ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, ഞാൻ ജാവാകുമ്പോൾ നക്ക് അള്ളാന്റെ റബ്ബനക്ക് ആഹാരം തണ്ട്, എൻ്റെ റബ്ബനക്ക് കുടിക്കുകയായ വ്യവസ്ഥകളാക്കി തണ്ട്. ആയതുകൊണ്ടിട്ട് നിങ്ങളെ പോലത്തെ വ്യക്തി നാനല്ല, നക്ക് പല അത്ഭുതങ്ങളുണ്ടോ എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പലക്കത്തെ അംഗീകരിക്കുക റസൂലുള്ളാഹി തങ്ങളൊട്ടിಗೆ മഹബ്ബത്തില്ലാത്ത ബഹുമാനമില്ലാത്ത ഈ കൂട്ടാൽമാർക്ക് സാധ്യതയുണ്ടില്ല. മുഹമ്മദും ബശറുൻ ലാ കൽ ബശരി യഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്, ഓക്കേ, പക്ഷേ ലാ കൽ ബശർ, സാമാന്യ മനുഷ്യന്മാരോ പോലത്തെ മനുഷ്യരല്ല മുഹമ്മദ് നബി. യാക്കൂത്തു ചൊല്ലിന്റെ പേര് കല്ലാണ്, മാണിക്യങ്ങളും മുത്തുകളും അതിന്റെ പേര് കല്ലായിട്ടിക്കട്. ലാക്കൽ ഹജർ, ഞങ്ങളെ റായത്തിലെ ഞങ്ങളെ മണ്ണിൽ കിട്ടിയ സാമാന്യ കല്ല് പോലെയല്ല, പേര് കല്ലാണ്. മാണിക്യങ്ങളും വൈഡൂര്യങ്ങൾ പോലത്തെ വസ്തുക്കൾ അതിന് പേര് കല്ലാണ്. യാക്കൂത്ത് വലിയ വിലയുള്ള വസ്തുവാണ്, അത് കല്ലിൻ്റെക്ക് പേരെന്തെങ്കും ഞങ്ങളെ റായത്തിൽ കിട്ടിയ സാമാന്യ കല്ലാണോ? അല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ചെന്നെങ്കും അത് സാമാന്യ മനുഷ്യരല്ല. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ചൊല്ലോ, നന്റെ തിബിളുടെ എതിർഭാഗ നിങ്ങൾ കാണ്ടാറോ? എന്തൊരു വിഷയാണ്ട് കൊണ്ടുണ്ടാ നാണ് എതിർ നോക്കി നിസ്കരിക്കാനായിട്ടിക്കോ, പക്ഷേ നിങ്ങളെ ഖൽബിൽ എത്ര ഖുശൂ ഉണ്ടു ചൊല്ലതും നന്റെ പരവത്തിൽ നിൽക്കുന്ന ആയിരക്കണക്കായ മൗമീങ്ങളെ റുക്കൂകളും എല്ലാം നക്കുകൊണ്ടാടും. നാണ് എതിർ നോക്കിയിട്ട് സുജൂദര ജാഗെ നോക്കിയെങ്കും പിറവുത്ത ഭാഗത്ത് എല്ലാം CC ക്യാമറ പോലെ നക്ക് കാണ്ട്, ഒരു ക്യാമറവും ഇല്ലാത്ത, ഒരു അത്യാധുനിക മിണ്ടത്ത് കാലത്തെ ഒരു വ്യവസ്ഥവും ഇല്ലാത്ത ആ കാലത്ത് റസൂലുള്ളാഹി തങ്ങളെ കണ്ണുകൾ അല്ലാഹു തആല കൊടുത്തപ്പോഴാണ് എതിർ നോക്കിയിട്ട് പിറവു കാണ്ടേ. ഇന്നി റഅയ്തുൽ ജന്ന, നാണ് സ്വർഗ്ഗം കണ്ടോണ്ടുള്ള ഇത്ര വിഷയങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ചൊന്നു. എന്തുള്ള റസൂലുള്ളാഹി തങ്ങൾ ആക്കി കാറ്റ് എന്തെല്ലാം വിഷയങ്ങൾ ചൊന്നു. എന്നിട്ടും ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ അംഗാംഗങ്ങൾക്കും റസൂലുള്ളാഹി തങ്ങളെ ഓരോ വിഷയത്തിലും സാമാന്യ വ്യക്തികളെ പോലെ ഒറ്റ ശക്തി കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങളൊട്ടിക്ക് പിരിസയില്ലാത്തത് കൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ വിഷയത്തെ അങ്ങനെ തന്നെ ചൊല്ലണം, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചൊല്ലപ്പോടും. പോട്ട് റസൂലുള്ളാഹി തങ്ങളെ മരിച്ചുപോയ വഫാത്തായി പോയ അബ്ബ ഉമ്മ എത്ര നല്ല നിലക്കാണ് ഞങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ചൊല്ല്, ഞങ്ങളെ സംബന്ധിച്ച് എത്ര ഹദീസുകളാണുള്ളത്. ആ റസൂലുള്ളാഹി തങ്ങളെ പിരിസപ്പെട്ട അബ്ബ ഉമ്മയെ സംബന്ധിച്ചിട്ട് കാഫിർ ചെന്നാൽ എന്തൊരു ഉപകാരമുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ അബ്ബ ഉമ്മയെ കാഫിറാക്കിയിട്ട് എന്തൊരു ഉപകാരമുണ്ട് എനിക്ക്? സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. എത്ര വ്യക്തമായ നിലക്കുള്ള തെളിവുകളുള്ള വിഷയം. റസൂലുള്ളാഹി തങ്ങളെ അബ്ബ ഉമ്മ അടക്കമുള്ള പരമ്പര നല്ല നിലക്ക് എന്തായിട്ട് ആ വന്നെങ്കത്തെ പരമ്പര തൊട്ടു ഇതെല്ലാം ആൽച്ചനാക്കണം. മുബ്തദീകൾക്ക് റസൂലുള്ളാഹി തങ്ങളൊട്ടിಗೆ അങ്ങനെ പിരിസ ഉണ്ടായില്ലേ ചെന്നിട്ട് ഇതുപോലത്തെ വിഷയങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാവണം. അതാണ് അന്ത്വാക്കിയത്തെ ആൽമാർ ഈ മൂന്ന് മഹാന്മാരെ സംബന്ധിച്ചൊന്നും ബഷറും മിസ്ലുന, നാലെ പോലത്തെ മനുഷ്യ, സാമാന്യ മനുഷ്യ. എല്ലാ ലോകത്ത് വന്ന അമ്പിയാക്കളെ വിരോധികളെ വാദമാണ് സാമാന്യ മനുഷ്യ ചൊല്ലത്. നഊദുബില്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ പരമ്പരയുടെ ഇതുപോലത്തെ എല്ലാ ബിദഅത്തുകളിൽ നിന്നിട്ട് എല്ലാ റസൂലുള്ളാഹി തങ്ങളെ വിരോധികളെ തൊട്ട് അല്ലാഹു തആല സലാമത്താക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ കുടുംബത്തെയും സന്താന പരമ്പരയുടെ ഈമാനും അല്ലാഹു ഭദ്രമാക്കട്ടെ. എല്ലാവരും സ്വാലിഹീങ്ങളിൽ പെടുത്തിട്ട് എല്ലാവരെയും വിഷമങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ട്,
എല്ലാ പ്രയാസങ്ങളെ തൊട്ട്, എല്ലാ ടെൻഷനുകളെ തൊട്ട്, എല്ലാ പേടികളിൽ നിന്നിട്ട്, എല്ലാ തൊന്തരകളിൽ നിന്നിട്ട് അല്ലാഹു തആല സലാമത്താക്കട്ടെ. അല്ലാഹു ജീവിതത്തിലും കുടുംബത്തിലും ഔത്തിലും ഞങ്ങളുടെ സർവ്വ വിഷയത്തിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സർവ്വ കാര്യങ്ങളിലും ഞങ്ങളുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നമുക്ക് പൂർണ്ണമായ ബറക്കത്ത് തരുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.